കഴിഞ്ഞ 8 വർഷത്തിനിടെ ബോളിവുഡ് വല്ലാതെ മാറിയെന്ന് വിഖ്യാത സംഗീത സംവിധായകൻ AR റഹ്മാൻ. അധികാര ശ്രേണിയിലെ മാറ്റം വളരെ പ്രകടമാണ്. ക്രിയേറ്റീവ് അല്ലാത്ത ആളുകളാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ വർഗീയ വികാരവും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് റഹ്മാൻ പറയുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടെ ബോളിവുഡ് വല്ലാതെ മാറിയെന്ന് വിഖ്യാത സംഗീത സംവിധായകൻ AR റഹ്മാൻ ആരോപിച്ചു. അധികാരമാറ്റം സംഭവിച്ചതുകൊണ്ടാകാം സർഗാത്മകതയില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് ബോളിവുഡിൽ. ദക്ഷിണേന്ത്യയിൽ നിന്ന് ബോളിവുഡിലെത്തി നിലനിൽക്കാൻ കഴിഞ്ഞ ഏക സംഗീത സംവിധായകൻ താനാണെന്ന് AR റഹ്മാൻ പറഞ്ഞു. ഇസൈ ജ്ഞാനി ഇളയരാജ ഏതാനും ഹിന്ദി സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവ മുഖ്യധാര സിനിമകളായിരുന്നില്ല. അത്തരമൊരു സ്ഥലത്ത് കയറിച്ചെല്ലാൻ കഴിഞ്ഞതും അവരെന്നെ സ്വീകരിച്ചതും വളരെ ഉണ്ടാക്കിയ കാര്യമാണ്. മോശം ലക്ഷ്യങ്ങളോടെ ചെയ്യുന്ന സിനിമകളിൽ താൻ സഹകരിക്കാറില്ലെന്നും റഹ്മാൻ പറഞ്ഞു. വിക്കി കൗശൽ നായകനായ ഷാവയെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ അത് ഭിന്നതയുണ്ടാക്കുന്ന സിനിമ തന്നെയാണെന്ന് റഹ്മാൻ സമ്മതിച്ചിരുന്നു. പക്ഷേ ധൈര്യവും പരാക്രമവുമാണ് ഷാവയുടെ അടിസ്ഥാന വികാരം. അതുകൊണ്ടാണ് അതിന്റെ സംഗീതം ഏറ്റെടുത്തത്. സിനിമ കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനൊന്നും കഴിയില്ല. പ്രേക്ഷകർ വളരെ സമർത്ഥരാണ്. എന്നാൽ ഈ പ്രസ്താവന വിവാദമായതോടെ അദ്ദേഹം രംഗത്തെത്തി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കാനും അതുമായി ഇടപെടാനും ആഘോഷിക്കാനും എൻ്റെ എക്കാലത്തെയും വഴി സംഗീതമായിരുന്നു. ഇന്ത്യയാണ് എൻ്റെ പ്രചോദനം, എൻ്റെ ഗുരുവും എൻ്റെ വീടും. നമ്മുടെ ഉദ്ദേശം ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഞാനത് മനസ്സിലാക്കുന്നു. ഈ സംസ്കാരത്തെ ബഹുമാനിക്കുകയും സേവിക്കുകയും ഒക്കെ എപ്പോഴും സംഗീതത്തിലൂടെ ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ സത്യസന്ധത മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യക്കാരനായതിൽ അനുഗ്രഹിക്കപ്പെട്ടതായി ഞാൻ കരുതുന്നു. വിഭിന്ന സംസ്കാരങ്ങളുടെ ശബ്ദം ആഘോഷിക്കാൻ സാധിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരിടം ലഭിച്ചത് അതിനാൽ തന്നെയാണ്. സംഗീതം ജീവിതത്തിലെ ഓരോ യാത്രയും എൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നു. ഈ രാജ്യത്തോട് എന്നും കടപ്പെട്ടവനായിരിക്കും ഞാൻ. ഭൂതകാലത്തെ ബഹുമാനിക്കുന്ന, വർത്തമാനകാലത്തെ ആഘോഷിക്കുന്ന, ഭാവിയെ പ്രചോദിപ്പിക്കുന്ന സംഗീതത്തിനായുള്ള സമർപ്പണമായിരിക്കും എന്നും എൻ്റെ ജീവിതമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.